ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇതേ കുറച്ച് ദിവസത്തിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയ എയർപോർട്ട് ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു, നവി മുംബൈയിൽ. അപ്പോൾ നമുക്ക് ഭയങ്കര തൊട്ടടുത്താട്ടോ. അപ്പോൾ നമ്മൾ ഒരു വഴിക്ക് കയറാൻ നോക്കി, അതിലെ കാറ് മാത്രമേ പോകുള്ളൂ എന്ന് പറഞ്ഞു. വേറൊരു വഴിക്ക് വന്ന് നമ്മൾ മെല്ലെ കയറി. പക്ഷേ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ബൈക്ക് ഇവിടെ വെച്ച് ഇനി നിങ്ങൾ കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ പോകണം. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് ഗിരിയേട്ടൻ എനിക്ക് സർപ്രൈസായിട്ട് സ്പൈസ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ലൗഞ്ച് കൊണ്ടുപോയി. നമ്മളിത് ഡൈൻ ഔട്ടിൽ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 50% ഓഫൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ കംപ്ലീറ്റ് ഒരു ഡാർക്ക് ആംബിയൻസ് ആണ്. അതിൻ്റെ ഇടയിൽ ആ വാം ലൈറ്റ്സ് ഒക്കെ വന്ന് നല്ല രസമുള്ളൊരു ആംബിയൻസിൽ ഇന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ നമ്മൾ 2 ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. ഒരു സൺ സ്പ്ലാഷും അതേപോലെ തന്നെ ഒരു ക്രാൻബെറി ഓറഞ്ചിൻ്റെ ഒരു കോമ്പിനേഷനായിരുന്നു ഗിരിയേട്ടൻ കുടിച്ചത്. ആ ഒരു ക്രാൻബെറി ഓറഞ്ച് വാസ് ഓക്കെ. പക്ഷേ ആ സൺ സ്പ്ലാഷ് ഭയങ്കര സൂപ്പറായിരുന്നു. ആ ഒരു മാംഗോ ആൻഡ് സ്ട്രോബെറിയുടെ കോമ്പിനേഷനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമ്മൾ 2 സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തു. ഒരു ക്രിസ്പി കോണും അതേപോലെ തന്നെ ക്രിസ്പി ചിക്കനും. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്പി കോൺ ഭയങ്കര അടിപൊളിയായിരുന്നു. കോൺ ഇങ്ങനെ പൊരിച്ചിട്ട് അതിൽ ചെറിയൊരു സോസിൻ്റെ ഫ്ലേവറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിക്കാൻ മാത്രം വേണേ അവിടൊപ്പം. പിന്നെ ക്രിസ്പി ചിക്കൻ ഒരു ആവറേജ് സാധനമായിരുന്നു, അത്ര വലിയ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടുത്തെ മട്ടൻ ബിരിയാണി, അതും ഭയങ്കര സൂപ്പറായിരുന്നു. നമ്മൾ വയറ് ഫില്ലായതുകൊണ്ട് ഒരു സിംഗിൾ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്ത് നമ്മൾ രണ്ടാളും കൂടി കഴിച്ചു. അങ്ങനെ അന്നത്തെ സർപ്രൈസ് ഭയങ്കര അടിപൊളിയായിരുന്നു.